പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എന്നേക്കും എപ്പോഴും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ദൈവങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഉൾപ്പെടുത്തലേ. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനായി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനെ പോലെയുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുളി ചെയ്തുകൊണ്ട് ആദ്യത്തിന് സഖിയായ ഹവ്വായെ സൃഷ്ടിച്ച് നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന 5 ചേച്ചിനെയും അരുൺ ചേട്ടനെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിനെ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനായ മാറിയോസേപ്പെ, ദേവമാതാവായ പരിശുദ്ധ കന്യാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകുവാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകുവാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണപുതരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽമാലാകമാരെ ഇവരെ വിശദീകരിക്കുകയും സംരക്ഷിക്കുകയും കാത്തുകൊള്ളണമേ. ആമേൻ. കാഴ്ചയർപ്പിക്കാൻ കൈകൂപ്പി നിൽക്കൂ, കാണിക്കയായെന്നെ കൈക്കൊള്ളുമോ? ബലിവേദിയൊരുങ്ങുമീ സ്വർഗീയ നിമിഷം, ബലിവസ്തുവായെന്നെ നൽകുന്നു നാഥ. കാഴ്ചയർപ്പിക്കാൻ കൈകൂപ്പി നിൽക്കൂ, കാണിക്കയായെന്നെ കൈക്കൊള്ളുമോ? ബലിവേദിയൊരുങ്ങുമീ സ്വർഗീയ നിമിഷം, ബലിവസ്തുവായെന്നെ നൽകുന്നു നാഥ. ഈ ബലിയിൽ സംപ്രീതനാകൂ, എൻ കാഴ്ചകളൊക്കെയും സ്വീകരിക്കൂ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയത്തിൽ ജീവിക്കുവാൻ നീ ദാസരെ ഞങ്ങൾ വിളിച്ചുവല്ലോ. സ്വർഗീയവരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മുഖത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാകുന്നതേ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും. നിന്റെ പുത്രിയെ ശ്രദ്ധിച്ച് കേൾക്കുക. നിന്റെ ജനത്തെയും പുത്രഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തെ വിളഞ്ഞെടുക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈന്യമുളകൾ പോലെയായിരിക്കും. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞുകൊണ്ട് ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം ശ്രമിക്കുകയും മതപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുൾ ചെയ്ത മിശിഹ നമുക്ക് മാർഗ്ഗദീപമായിരിക്കട്ടെ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു.
കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 19 വാക്യങ്ങൾ 1 മുതൽ. ഈ വാക്കുകൾ അവസാനിപ്പിച്ച ശേഷം യേശു ഗലീലി വിട്ട് ജോർദാനക്കരെ യൂദയായുടെ അതിർത്തിയിലെത്തി. വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിക്കുകയും അവൻ അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. ഫരിസേയർ അടുത്ത് ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യ ഉപേക്ഷിക്കുന്ന നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സ്രഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഇന്നേ ദിവസം വിവാഹിതരാകുന്ന അരുൺ, അഞ്ജു, അവരുടെ മാതാപിതാക്കളായ ജോസഫ്, ജാൻസി, അതുപോലെ തന്നെ റോജി, മിനി, ഇന്നേ ദിവസം എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട മണ്ണശ്ശേരി ഇടവകയിൽപ്പെട്ടവരെ, അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് വലിയ സന്തോഷത്തിന്റെ ദിവസമാണല്ലോ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അരുൺ തൻ്റെ ജീവിതം പുതിയ പടവിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഞാനിവിടെ നോക്കി കാണുമ്പോൾ അരുണിൻ്റെ കൂട്ടുകാരൊക്കെ പിന്നിലുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഞാനും അരുണൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ പോയിരുന്നു. നാടകത്തിനും അതുപോലെ തന്നെ ക്രിസ്മസ് കരോളും അങ്ങനെ നല്ലൊരു കാലഘട്ടം നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. പാടത്തായിരുന്നു ഞങ്ങളുടെ കളി. ഞാൻ സിക്സർ അടിക്കുന്ന പോലെയല്ല അവർ സിക്സർ അടിക്കുന്നു. അവർ നല്ല ബെസ്റ്റ് കളിക്കാരനാണ്. എൻ്റെ എപ്പോഴും കൂട്ടുകാർ കളിയാകും. ഞാനൊക്കെ സിക്സർ അടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ബൗൾഡായിരുന്നു. സിക്സർ അടിക്കാൻ ഓർക്കുന്നത് മാത്രം ഓർമ്മയുണ്ടാവും. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെയാലും അരുണിനെ കുറിച്ച് അഭിമാനം തോന്നുകയാണ്. എനിക്ക് ഒരുപാട് നമ്മുടെ മനസ്സിലേക്ക് അരുണിനെ കുറിച്ച് സ്കിൽ മാൻ എന്നാണ് ഞാൻ പറയുന്നത്. പലപ്പോഴും ചിന്തിക്കുക, സ്കിൽ മാൻ ഏത് മേഖലയിൽ നോക്കിയാലും തന്റെ കഴിവ് തെളിയിക്കാൻ കഴിയുന്ന പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് അരുൺ. എനിക്ക് തോന്നുന്നു അരുൺ എന്ന വാക്കിനോട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു കാര്യം അരുണോദയം തന്നെയാണ്. ഒരു സൂര്യനെ പോലെ യൂത്തിന്റെ ഇടയിൽ എപ്പോഴും മാതൃകയാക്കാവുന്ന ഒരു നല്ലൊരു വ്യക്തിത്വത്തിലുടമയാണ്. എനിക്ക് പലപ്പോഴും ചിന്തിച്ച കാര്യം, എല്ലാ യുവജനങ്ങളെയും കുറിച്ച് എനിക്ക് നന്മ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് അരുണിനെ കുറിച്ച് ഒരുപാട് കഴിവുകളും ചേർത്ത് വയ്ക്കുമ്പോൾ ഞാൻ ഒറ്റ കാര്യമാണ് അവനെ ഏറ്റവും കൂടുതൽ പക്വതയാണ്, മച്യൂരിറ്റിയാണ്. ചെറുപ്രായം ആണെന്ന് നമ്മൾ തോന്നാം, പക്ഷേ പക്വമായിട്ട് ഡീൽ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തി. അത് ആരോടാണെങ്കിലും, അത് മുതിർന്നവരോടാണെങ്കിലും, എൻ്റെ അമ്മയെ കാണുമ്പോഴായാലും, അല്ലെങ്കിൽ ചെറുപ്പക്കാരോടാണെങ്കിലും എന്നോടാണെങ്കിലും എല്ലാവരും ഒരേപോലെ സമമായിട്ട് ഇടപെടാൻ കഴിയുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. പിടുവാശികളില്ല, പെട്ടെന്നുള്ള ദേഷ്യങ്ങളില്ല, പക്വമായിട്ട് ഇടപെടാൻ കഴിയുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അത് ദൈവം കൊടുത്ത ഒരു വരം കൂടിയായിട്ടാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ അരുണിനെ അഞ്ജുവിന് ഭർത്താവായി കിട്ടി എന്നത് അഞ്ജുവിൻ്റെ ഭാഗ്യമാണ്. കമ്പരാൻ അതോടെയാണ് നമ്മൾ ബൈബിൾ വായിക്കേണ്ട ഒരു വാചകം, ദൈവമാണ് യോജിപ്പിക്കുന്നത്. ദൈവമാണ് യോജിപ്പിക്കുന്നത്, മനുഷ്യനല്ല. നമ്മൾ വിചാരിക്കും ഇതൊക്കെ നമ്മളെന്നെ ജോലി സ്ഥലത്ത് കണ്ട ഒരു വ്യക്തി, അല്ലെങ്കിൽ കോളേജിൽ കണ്ട ഒരു പെൺകുട്ടിയാണ് ഞാൻ കല്യാണം കഴിച്ചത്, അല്ലെങ്കിൽ എൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള അപ്പച്ചൻ്റെ മകളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്, ഞങ്ങളൊക്കെ പ്ലാൻ ചെയ്തതാണ്. അല്ല, ഇത് തമ്പരാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യം, അരുണിനേക്കാളും വലിയൊരു ചെക്കനി വേറെ പോയില്ല. അത് കാരണം തമ്പരാൻ വന്നത്. ഇനി അരുണിനോടും എനിക്ക് പറയാനുള്ളത്, അഞ്ചു വളരെ സുന്ദരിയായിരുന്നത്, എങ്ങനെയാലും വളരെ നല്ലൊരു കുടുംബത്തിൽ നിന്നാണ് വന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാലും വളരെ നേരത്തെ കൂട്ടി തന്നെ പരിചിതരാണ് നിങ്ങൾ. അതൊക്കെ ദൈവത്തിൻ്റെ ഇടപെടലാണ്. അതുകൊണ്ട് അരുണിനോട് പറയാനുള്ളത്, അഞ്ചിനേക്കാളും വലിയ കഴിവുള്ള സുന്ദരിയായ വേറെ പെൺകുട്ടി ഇല്ല. ചിലപ്പോൾ പിശാച് നമ്മുടെ മുന്നിൽ കൊണ്ടുവയ്ക്കും, അത് സ്വാഭാവികമാണ്. ചിലപ്പോൾ കല്യാണം കഴിച്ചിരുമ്പോഴായിരിക്കും നമ്മളെക്കാൾ മനസ്സിലായി പൈന കാണുന്നത്. കല്യാണം കഴിയുമ്പോൾ മനസ്സിലാവുള്ളൂ എന്തുവാണെങ്കിൽ
ബഷീർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കാം നോവലിന്റെ കഥാപാത്രമാണ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ ഒരു നോവലില് ഒരു കഥാപാത്രം ചോദിക്കുകയാണ്, ഒന്നും ഒന്നും എത്രയാണെന്ന് ചോദിക്കുകയാണ്. ഒന്നും ഒന്ന് എത്രയാണ്? നമുക്ക് പറയാൻ പോകുന്നത് രണ്ടെണ്ണായിരിക്കും. പക്ഷേ അതില് ബഷീർ പറയുന്ന മറുപടി ഇതാണ്, ഒന്നും ഒന്നും ചേർന്ന വലിയ ദൈവവചനമാകുന്ന ആത്മീയ വിരുദ്ധനായി സമിതിയെയും ക്ഷണിക്കുന്ന മിശിഹായെ നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിന് പങ്കുകാരാകുവാൻ കാനായിലെ കല്യാണത്തിന് വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധൂവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥന നിരതരായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ആദിയിൽ പുരുഷന് ജീവിതസംഖ്യ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനം ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഈ ദമ്പതികളെ നീ ആശ്രയിക്കണമേ. അങ്ങയുടെ കൃപാവര സമൃദ്ധമായി മരിച്ചൊഴിയണമേ. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. പ്രിയ സഹോദരനെ, ഈ വധുവരന്മാർ വിവാഹ കുദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കുദാശ യോഗ്യതകളിലൂടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിതസംഖ്യ നൽകിയ ദൈവമേ, ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹം ഉദ്ദീപിക്കുന്ന ഈ കുദാശ യോഗ്യതകൾ പരികർമ്മം ചെയ്യുവാൻ എന്നെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം ചൊരിയണമേ. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അഞ്ജുവിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. അഞ്ജു, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അരുണിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. സാക്ഷികൾ, നിങ്ങൾ ഈ വിവാഹോടമ്പടിക്ക് സാക്ഷികളാണല്ലോ. പരസ്പരം പരസ്പരം ചേർത്തിരിക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം പലതരം ചേർത്ത് പിടിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ വിവാഹത്താൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം നീ ആശ്രദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധമായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന വിശുദ്ധ കുരിശ് ഇവർക്ക് ശക്തി തരട്ടെ. ഇതുവരുടെ വിശ്വസ്ത അടയാളമായി തീരുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മോതിരം വെഞ്ചിരിപ്പ്. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെയും സ്നേഹത്തിൻ്റെ വിശ്വസ്ത അടയാളമായി ഇവർ ധരിക്കാൻ പോകുന്ന ഈ മോതിരങ്ങളെ നീ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. മന്ത്രകോടി വെഞ്ചിരിപ്പ്. കൃപാവരത്തിന് അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവനായ കർത്താവെ, ഈ മന്ത്രകോടിയെ നീ ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാനും ഈ ദമ്പതിമാരെ ആശീർവദിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരമായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ
ഔസേപ്പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും യൗസേപ്പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോ. ഏറ്റുചൊല്ലുന്നു. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലോട് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസായ മിശിഹ ഇപ്പോൾ നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകരുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവും ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവിടുന്ന് നിങ്ങളെ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. എപ്പോഴും എപ്പോഴും ഉന്നയിക്കും. അപ്പത്തിൻ രൂപത്തിൽ എന്നിൽ ആഗതനാകുമെന്നീശോ. അപ്പത്തിൻ രൂപത്തിൽ എന്നിൽ ആഗതനാകുമെന്നീശോ. അണയേണമേ എൻ്റെ ഉള്ളിൽ അതുമാത്രം ഞാൻ കൊതിപ്പൂ. അണയേണമേ എൻ്റെ ഉള്ളിൽ അതുമാത്രം ഞാൻ കൊതിപ്പൂ. വാ എന്നേശുനാഥ, വാ എൻ സ്നേഹനാഥ, വാ എന്നേശുനാഥ, വാ എൻ സ്നേഹനാഥ. വന്നോ വസിച്ചിടുകെന്നിൽ, നിൻ സ്നേഹമെന്നിൽ നിറയ്ക്കൂ. അങ്ങന്റെ ഉള്ളത്തിൽ വന്നാൽ അരുതാത്തതെല്ലാം അകലും. അങ്ങന്റെ ഉള്ളത്തിൽ വന്നാൽ അരുതാത്തതെല്ലാം അകലും. അരുളുന്ന മൊഴികൾ കേട്ടൻ അകതാരിൽ ശാന്തി നിറയും. അരുളുന്ന മൊഴികൾ കേട്ടൻ അകതാരിൽ ശാന്തി നിറയും. സ്വർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായേ, സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. പുരോഗമനപരമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെ നാഥ
Forever seems like a long time, but nothing seems like a long time when I am with you. I feel like I'm walking on water since the day that I asked your father to let go of his daughter. So give me your blessing, sir. I'll give her all that I've got. It doesn't look like much, but it sure feels like a lot. Let her take my heart and take my hand. Take my heart and take my hand. Take my heart and take my hand again and again. Right where we stand. I never really know what love is, but whatever it is, I feel it in your kiss. You waltzed in like somebody planned it all. I feel right where I belong. At least all weak, my heart is strong. So give me your word, and I'll give you all I got. No, we don't have much, but it sure feels like a lot. So take my heart and take my hand. So അങ്ങനെ നമ്മുടെ പദ്ധതികളുടെ ശേഷം അവസ്ഥാതിരിക്കുകയാണ്. ചിലർ ചേർന്നിട്ട് നമ്മുടെ ബ്യൂട്ടിഫുൾ കപ്പലിന് വേണ്ടിയിട്ട് നല്ല അങ്ങനെ ലൈഫിലെ പുതിയൊരു ചാപ്റ്റർ ഇവിടെ ഞങ്ങളോടൊപ്പം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. സോ ആസ് എ ഗുഡ് ഫ്രണ്ട് ഗുഡ് പാർട്ണർ So how do you എന്ത് തോന്നുന്നു അവരുടെ ഈ ഒരു നിമിഷം? So he is very happy. അഞ്ചു എന്ത് തോന്നുന്നു, എന്താണ് അവർ പറയുന്നത്? So, Anju, നമ്മുടെ അരുണ് വേണ്ടിയിട്ട് ഒരു ബ്യൂട്ടിഫുൾ സോങ് ഈ ഒരു നിമിഷം പ്രസന്റ് ചെയ്യുകയാണ്. ഒരു വഴിയില്ലാതെ എന്നെ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഞാനൊക്കെ ഒരു പാട്ട് പാടാനാണ് ആള് പറയുന്നത്. സോ ഞാൻ ഭയങ്കര ഹാപ്പി തോന്നുകയാണ്. അഞ്ചു അഞ്ചിന്റെ കൈയാണ്. നീ
Arun Joseph. He is working in Mani Kanpur as a production associate. And our gorgeous bride, Anju Roji, she is doing PG in law. So ഇതാണ് എൻ്റെ കറക്റ്റ് ബയോ പറയുന്നത്. പക്ഷേ നമ്മുടെ കല്യാണത്തേക്ക് എനിക്കൊന്ന് മാറ്റി വയ്ക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ ഇന്ന് നൽകിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ ലേബറുണ്ട്. അതെന്താണ് ആർക്കെങ്കിലും അറിയാം? ഒരു ബ്യൂട്ടിഫുൾ ടൈറ്റിൽ എനിക്ക് നൽകുന്നുണ്ട്. അതെന്താണ് ആർക്കെങ്കിലും ഇനി ഐഡിയ? ആർക്കും അറിയില്ല. മറ്റൊന്നല്ല, ഇതിലൊരു ഹസ്ബൻഡ് വൈഫാണ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് ആണ്. സോ ഈ ഒരു ബ്യൂട്ടിഫുൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് വേണ്ടിയിട്ട് ഒരിക്കലും കൂടി എല്ലാവരും ചേർന്ന് നല്ല കൈ പ്ലീസ്. സോ നമുക്ക് ഫാമിലിയിലേക്ക് സ്വാഗതം ചെയ്യാനുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ഇൻവൈറ്റ് Arun's family. Father Mr. Joseph P.K. is a plant. He is doing plant nursery. And mother Mrs. Romi Joseph, she is a homemaker. So this നല്ലൊരു നല്ല കൈയോട് കൂടി തന്നെ അവരുടെ പേരൻസിന് വേണ്ടിയൊക്കെ സ്വാഗതം ചെയ്യുന്നു. Anju's parents. Father Mr. Roji Chakubat, he is working in Mani Kanpur, and mother Mrs. Mini Roji, she is offset press employee. So this name nalla kaiyodu kodukkanne beautiful makkale veekilekku swagatham cheyunu. എനിക്ക് ഉറപ്പുണ്ട് ഇന്ന് തീർച്ചയായും അഞ്ജുവിനേക്കാളും അവളേക്കാളും ഏറ്റവും സന്തോഷം അവരുടെ പേരൻസ് ആയിരിക്കും. കാരണം തൻ്റെ മക്കളെ സുരക്ഷിതമായിട്ട് അത് കയ്യിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഇനി അച്ഛനെയും അമ്മയുടെ പോലെ തന്നെ വളരെ ഹാപ്പി ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു ജേർണി ഹസ്ബൻഡും വൈഫായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും. അപ്പോൾ അരുണിന് ഒരു ഹാൻഡ്സം സെറ്ററാണുള്ളത്. ആനൻ ജോസഫ്, he is currently working as a junior safety officer. So this സ്നേഹത്തോടെ നല്ല കാര്യങ്ങളോട് കൂടി തന്നെ അവരുടെ സ്വാഗതം ചെയ്യുന്നു. So last but not the least, I would like to welcome Anju's brother Alan Roji. Alan വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്ത്രീകൾക്ക് സെലിബ്രേഷന് ശേഷം എല്ലാവരും വരിക. അതിനെ മഞ്ജുജി ക്ലസ്സേക അഭിഷേക. സോ നമ്മുടെ ഒഫീഷ്യൽ സെലിബ്രേഷൻസ് എല്ലാം ചർച്ച വെച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇവിടെ കുറച്ച് സെലിബ്രേഷൻസ് ബാക്കിയുണ്ട്. ഈ ഒരു ഹാപ്പിനെസ്, ഈ ഒരു ബിഗിനിങ് നമുക്ക് ഒരു ലൈറ്റിലൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ invite Arun and Anju to light the lamp and family please talk together. അവരോടൊപ്പം ചേർന്ന് നിൽക്കാം. ഇനിയുള്ളവരുടെ ലൈഫ് ഇത്രയും സ്വീറ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഒത്തിരി ആശംസിക്കാം. So once again, we invite Arun and Anju to cut the cake and share each other family. Once again, please close together. അവരോടൊപ്പം ചേർന്ന് നിൽക്കാം. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. So next we have a traditional ceremony. കുങ്കുമം ചാർത്തലാണ്. അപ്പോൾ കുങ്കുമം എടുത്തു കൊടുക്കുന്നതിനായിട്ട് അരുണിന്റെ മമ്മിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു.
ഇളം തെന്നൽ മൂളുന്ന ഗാനം, ഇളവയെ പോലുള്ള സ്നേഹം, കിനാക്കൾ കടം തന്ന ലോകം. മലത്തിൻ്റെ ഓരോ മുട്ടും ഓരോ സ്വപ്നം, അവയിൽ കാണാനാകും നീതോരോ മോഹം, ഓരോ വർണ്ണം. ആരാരോ പാടുവതാതെ നീഹാരാർദ്രരാഗം. അറിയാമോ പിറാക്കളെ ഇങ്ങനെ ജീവിതം, പുതിയൊരു ലോകം. ഇളം തെന്നൽ മൂളുന്ന ഗാനം. It's a new world out there. It's a new world out there. ഞാൻ ഒഴുകും തിരയിൽ തലോടി തീരം ഏതോ അനുരാഗാർദ്ര തീരം. അറിയാതെ അറിയാതെ പുളകം പകരാൻ എന്തിനോ തമ്മിലേ സംഗമം സംഗമം. കാലമേ കാലമേ പുതിയൊരു ലോകം, ഇളം തെന്നൽ മൂളുന്ന ഗാനം, ഇളവയിൽ പോലുള്ള സ്നേഹം, കിനാക്കൾ കടം തന്ന ലോകം. മലച്ചെണ്ടിൽ ഓരോ മുട്ടും ഓരോ സ്വപ്നം, അവയിൽ കാണാനാകും നീതോരോ മോഹം, ഓരോ വർണ്ണം. ആരാരോ പാടുവതാരി നീ ആരാദ്രരാഗം. അറിയാമോ പിറാക്കളെ ഇങ്ങനെ ജീവിതം, പുതിയൊരു உன் வாட்டடங்கள் என்னை வாட்டுதடி, உன் வாட்டடங்கள் என்னை வாட்டுதடி, உன் வளைவுகளோ என்னை வளைக்குதடி. என் வாழ்க்கையில் தேவை தீபாய்வை, கண்கள் பார்த்தேன் கவியானே, இன்னும் பார்த்தால் எங்கே போவேன், உன்னாலே கம்பன் தாண்டுவேன், உன் இதழ் மேலே எழுதுவேன். ஏ மான் பொறு மங்கையே நில்லாயோ, செம்மாதுளை வாய்மொழி சொல்லாயோ. ஏ மான் பொறு மங்கையே நில்லாயோ, செம்மாதுளை வாய்மொழி சொல்லாயோ. ஏ மான் பொறு மங்கையே, ஏ மான் பொறு மங்கையே, ஓ மான் பொறு மங்கையே.
2-4 महीने से लम्हों में, 2-4 महीने से लम्हों में उम्रों के हिसाब भी होते हैं। कभी जागो मेरी आंखें, कभी जागो मेरी आंखें, सुनाए एक दास्तां जो होठों से घोलो ना। ए हैरते आशिकी जगह मत, पैरों से ज़मीं ज़मीं लगा मत। हैरते आशिकी जगह मत, पैरों से ज़मीं ज़मीं लगा मत। हैरते आशिकी, हैरते आशिकी, हो हैरते आशिकी।